ജെയിംസ്, സംഘർഷം അത് ഒരു അയവുമില്ലാതെ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ അവരുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇന്നലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ സയ്യിദ് അബ്ബാസ് അറക്ചി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് US-ന്റെ സൈനിക താവളങ്ങളാണ്. അത് ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തുമുണ്ട്. ആ സൈനിക താവളങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ആ രാജ്യങ്ങളോട് നമുക്ക് പകയില്ല, ആ രാജ്യങ്ങളോട് ശത്രുതയില്ല. പക്ഷേ ലക്ഷ്യം വെക്കുന്നത് സൈനിക താവളങ്ങളെ മാത്രമാണ്. 6 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു GCC രാജ്യങ്ങളിലാകെ എന്നാണ് ഇന്ന് പുറത്തു വന്ന കണക്കുകൾ. ഇതാ ഇപ്പോഴും ആക്രമണം നടക്കുന്നു. ഏറ്റവും ഒടുവിൽ സൗദിയിലെ അരാംകോ എണ്ണ റിഫൈനറിയെയും ഇറാൻ ആക്രമിച്ചിരിക്കുന്നതോടെ ഡ്രോൺ സാന്നിധ്യമുണ്ട് എന്നാണ് സൗദി തന്നെ സ്ഥിരീകരിച്ചത്. അപ്പോൾ ഈ രീതിയിലേക്ക് ഇറാൻ പോവുകയാണ്. അവർ പറയുന്നത് ഒരു ന്യായം, പക്ഷേ പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. രാജ്യങ്ങളെ തന്നെ നേരിട്ട് ആക്രമിക്കുകയാണ്. അതെ, സൈനിക താവളങ്ങളെ അല്ല ആക്രമിക്കുന്നത്. ജനവാസ മേഖലയെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരത്തിലുള്ള നീക്കം അപലപനീയമെന്ന് GCC കൗൺസിൽ നിലപാടെടുക്കേണ്ടി വന്നു. അപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെയും ഇപ്പോഴത്തെ അവസ്ഥയെയും വിലയിരുത്താൻ കഴിയുക, ജെയിംസ്? പ്രജിൻ, ഒരുപക്ഷെ ഇന്നലെ രാത്രി നമ്മളൊക്കെ കരുതിയിരുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി ഇടപെടുകയും ഒമാനിലെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ച് ട്രംപുമായിട്ട് അമേരിക്കയുമായിട്ട് ചർച്ച നടത്താമെന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ സമാധാനത്തിൻ്റെ സാധ്യത തെളിഞ്ഞുവെന്നാണ് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇന്ന് രാവിലെയോടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. അതിലൊരു വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് ഇറാന്റെ ഈ അറഗാച്ചി അടക്കം പെഷഷ്കിയാൻ അടക്കമുള്ളവരൊക്കെ മിതവാദികളായ നേതാക്കളാണ്. പക്ഷെ ഹാർഡ് ലൈനേഴ്സ് അവിടെ ഈ രാഷ്ട്രീയമായ തീരുമാനങ്ങളുടെ ചുക്കാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതിൽ ലാറിജാനിയുണ്ട്, അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖാമനിയുടെ കൊല്ലപ്പെട്ട പരമോന്നത നേതാവിൻ്റെ അടുത്ത അനുയായികളായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ അതിൻ്റെ കോളിംഗ് ദ ഷോട്ട്സ് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇതിൻ്റെ തലപ്പത്ത് കയറി ആ തരത്തിൽ തീവ്രമായ നിലപാടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. അമേരിക്ക മാത്രമല്ല, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഗൾഫ് അറബ് രാജ്യങ്ങളെ കൂടി സമ്മർദ്ദത്തിലാക്കുക, അവരെ വിറപ്പിക്കുക എന്നുള്ളൊരു ലൈൻ കൂടി ഇറാനുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ 37 വർഷമായി തങ്ങളുടെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാമനിയെ വധിച്ചിട്ട് നോക്കിയിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാനിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങി ആയത്തുള്ള അലി ഖാമനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുക കൂടി ചെയ്തതോടെ ഇറാന് കൂടുതൽ ധൈര്യം കൈവന്നു. പ്രക്ഷോഭകാരികൾ ഒരു സൈഡ് ലൈൻഡായി. അതുകൂടി എടുത്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ സൗദിയിലെ ഏറ്റവും വലിയ റിഫൈനറികളിലായിട്ടുള്ള അറാംകോയിലേക്ക് ആക്രമണം നടന്നുവെന്ന് പറയുന്നത് അത് സൗദി അമേരിക്കയുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട്. സൗദിയിൽ സമ്മർദ്ദം ചെലുത്തി, അതുപോലെ തന്നെ UAE-യിൽ, കുവൈറ്റിൽ, ബഹ്റിനിൽ, ഖത്തറിൽ ഇവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്കയും ആയിട്ട് വളരെ അടുപ്പമുള്ള രാജ്യങ്ങളാണ്. സൗദി അറേബ്യയുടെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം അടക്കം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ എണ്ണക്കച്ചവടം എല്ലാം തുടങ്ങി അമേരിക്കയുമായിട്ടൊരു സഖ്യകക്ഷിയാണ് അമേരിക്കയുടെ. അപ്പോൾ സൗദി, UAE, കുവൈറ്റ് ആണെങ്കിൽ 1991 ഇറാഖ് അധിനിവേശത്തിന് ശേഷം കുവൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ അമേരിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഖത്തർ അവരുടെ സെൻട്രൽ കമാൻഡ്, അമേരിക്കയുടെ എല്ലാ നേവൽ എയർ ബേസുകളിലേക്കുള്ള കമാൻഡ്, ടോട്ടൽ കമാൻഡ് സെൻറ്റർ ഖത്തറിലെ ദോഹയിലാണ്, അലുദൈദ് സെൻട്രലിലാണ്. 25 ജൂണിൽ നടന്ന യുദ്ധത്തിലും ഖത്തറിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതുകൊണ്ടാണ് ഖത്തറും ബഹ്റിനും കുവൈറ്റും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് UAE യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ ഒരു US ബേസ് ഫോർമലായിട്ടില്ല. എന്നിട്ട് പോലും UAE ആക്രമിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. പക്ഷേ UAEയുടെ കാര്യത്തിൽ UAEക്ക് ഇസ്രായേലുമായി അബ്രഹാം കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതേസമയം സൗദി ഒപ്പിട്ടിട്ടില്ല. സൗദിയോട് ഒരു അല്പം സോഫ്റ്റ് കോൺട്രി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അരാംകോയിലേക്ക് ഡ്രോണുകൾ അയച്ചതോടെ സൗദിയും വീണ്ടും അണ്ടർ അറ്റാക്ക് എന്നുള്ള രീതിയിലാണ്. എന്തായാലും GCC രാജ്യങ്ങൾ നിലപാട് കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തുന്നത്, ഈ രീതിയിൽ പോയാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും എന്നുള്ള മെസ്സേജ് വരുന്നുണ്ട്. ഒരു പക്ഷെ അത് സംഭവിച്ചാൽ പശ്ചിമേഷ്യയും മധ്യപൂർവ്വ ഏഷ്യയൊക്കെ വലിയ രക്തക്കളമായി മാറുന്ന ജെയിംസ്, അതിന്റെ ഒരു സാധ്യത തിരിച്ചടിക്ക് ഈ GCC രാജ്യങ്ങൾ മുതിരുമോ എന്ന സുപ്രധാനമായ ചോദ്യമാണ്. നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ സൗദിയോ അല്ലെങ്കിൽ UAE-യോ ഖത്തറോ ഒന്നും
ഒരു യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതല്ല അവരുടെ നിലപാട്. അവർക്ക് ആ രീതിയിലുള്ള ഐഡിയോളജി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്തൊന്നും അത്തരത്തിൽ ഈ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധമുഖത്തേക്ക് വന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത് പകരം അവരുടെ നയതന്ത്ര നിലപാടുകൾ അല്ലെങ്കിൽ ഈ സൈബർ അറ്റാക്കുകൾ ഇതൊക്കെയാണ് കൂടുതലായും ഈ രാജ്യങ്ങൾക്കൊക്കെ ഇടയിൽ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. നേരിട്ടൊരു രാജ്യം അവരെ ആക്രമിക്കുകയാണ്. ഈ സൈനിക താവളങ്ങളോ US-ന്റെ ബേസുകളോ ഒന്നുമല്ല. അല്ലാതെ തന്നെ ജനവാസ മേഖലയിലേക്ക് വരുന്നു, അപ്പാർട്ട്മെന്റുകൾ ആക്രമിക്കപ്പെടുന്നു. ഇത് നോക്കി നിൽക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴും പ്രതിരോധം എന്ന രീതിയിൽ, അതായത് വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും വേധിച്ച് ഇടുക, താഴെ ഇടുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു മറിച്ചൊരു അറ്റാക്ക് അതിലേക്ക് ഇതുവരെ രാജ്യങ്ങൾ പോയിട്ടില്ല എന്നത് അവരെ പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും എടുത്തു വരേണ്ടത് എത്ര നാൾ ഈ രീതി അവർക്ക് തുടരാൻ കഴിയും എന്നൊരു സുപ്രധാനമായ ചോദ്യമാണ്. എന്തുകൊണ്ട് ഇറാൻ ഇപ്പോഴും ഈ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നു? ഒരു സോഫ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിലാണോ GCC രാജ്യങ്ങൾ ഇറാൻ കാണുന്നത്? തീർച്ചയായിട്ടും അവരെ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഒന്ന് അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളെന്ന നിലയിൽ ഈ GCC രാജ്യങ്ങളെയും ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളെയും അവരെ ടാർഗറ്റ് ചെയ്താൽ ഈ അറബ് രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായി അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തും, യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ഇറാൻ കണക്കൂട്ടലുണ്ടാവും. എന്ന് മാത്രമല്ല, ഇതൊരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് കൂടിയാണ്. ഞങ്ങളുടെ പരമോന്നത നേതാവിനെയും ഞങ്ങളുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെയും നിങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇറാനിലേക്ക് വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങളും മിസൈലുകളും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഔദ്യോഗികമായി 550 ആണെങ്കിലും 55 കാണിക്കുന്നതെങ്കിലും മരണസംഖ്യ ഒരു പക്ഷേ 1000-നടുത്ത് എത്തിയിട്ടുണ്ടാവാം എന്നുള്ള തരത്തിൽ അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇറാനില് 31 പ്രവിശ്യകളാണുള്ളത്. അതിലേതാണ്ട് ഒരു 28 പ്രവിശ്യകളിലെങ്കിലും പ്രോവിൻസുകൾ അവിടെ ആക്രമണം നടക്കുന്നുണ്ട്. ഇറാന്റെ 131 നഗരങ്ങളിലാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ആക്രമണം നടത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മിലിറ്ററി സെന്ററുകൾ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, 500ഓളം സൈനിക കേന്ദ്രങ്ങളാണ് ആദ്യ ദിവസം തന്നെ ആക്രമിച്ചത്. നിലം പരിശാക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ മിസൈൽ വേദ സംവിധാനങ്ങൾ തകർത്തിരിക്കുന്നു. വളരെ കുറച്ച് മാത്രം. ആകെ കുവൈറ്റിലെ ഒരു എയർ സ്പേസിലെ F-15 ഒരു യുദ്ധവിമാനം ഇറാൻ തകർത്തിട്ടു എന്ന് റിപ്പോർട്ട് ഒഴിച്ചാൽ 200 യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് കയറി വന്നിട്ട് ഒന്നുപോലും വെടിവെച്ചിടാൻ കഴിഞ്ഞില്ല എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം അവിടുത്തെ മിസൈൽ വേദ സംവിധാനങ്ങളൊക്കെ നേരത്തെ CIA-യും മൊസാദും കണ്ടെത്തി യുദ്ധം ആരംഭിക്കുന്നതിന് ഒപ്പം തന്നെ അതൊക്കെ തകർത്ത് കളഞ്ഞു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇറാൻ വെറുതെ ഇരിക്കുന്നില്ല. ഇറാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനേക്കാളൊക്കെ 10 മടങ്ങ് ശക്തിയിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. ടെലവീവിൽ, ഹൈഫയിൽ, ജെറൂസലേമിൽ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്രമണങ്ങൾ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വിഷ്വൽസ് പലതും പുറത്തു വരാത്തത് അതൊന്നും പുറത്തു വിടരുതെന്ന കർശനമായ നിർദ്ദേശമുണ്ട്. അത് കണ്ടെത്തിയാൽ ഇറാൻ വീണ്ടും അത് ഉപയോഗിച്ച് ആക്രമണം നടത്തും എന്ന് ഇസ്രായേലിനറിയാം. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും യുദ്ധം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇറാന് ഈ മിസൈലുകൾ അയക്കാൻ പറ്റാത്ത വിധം ബാലിസ്റ്റിക് മിസൈലുകളുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. അതേസമയം തന്നെ ഇസ്രായേലും ലെബനോനിലെ ഹെസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ്. ലെബനോനിൽ നിന്ന് 10,000-കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിനോട് അടുത്ത് കിടക്കുന്ന, വടക്കൻ ഇസ്രായേലിനോട് അടുത്ത് കിടക്കുന്ന അതിർത്തിയിൽ നിന്ന് ജനങ്ങളൊക്കെ, ലെബനനിലെ ജനങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പലായനം ചെയ്യുകയാണ്. കാരണം അതുപോലെയുള്ള ആക്രമണമാണ് അവിടെ ബെയ്റൂട്ട് അടക്കമുള്ള ലെബനനിലെ പ്രദേശങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇറാഖിലെ എർബിൽ എന്ന പ്രദേശത്ത് വലിയ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. എർബിലിലെ അവരുടെ അന്താരാഷ്ട്ര വിമാനത്താവളം, അത് US ബേസ് കൂടിയാണ്, അത് കംപ്ലീറ്റ് തകർന്നുവെന്ന് മാത്രമല്ല അവിടെ സൂക്ഷിച്ചിരുന്ന അമ്യൂണീഷ്യൻസ് അല്ലെങ്കിൽ ആയുധപ്പുരയ്ക്ക് തീപിടിക്കുകയും രണ്ടാമതും തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. അവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാഖിലെ എർബിൽ വലിയൊരു ടാർഗറ്റായിട്ട്, ഇറാന്റെ ടാർഗറ്റ് ഏറ്റവും കൂടുതൽ ഏറ്റിരിക്കുന്നത് ഇറാഖിലെ എർബിലാണ്. എർബിലെ കുർദിഷ് കേന്ദ്രമാണ്, ഓട്ടോണമസ് ആണ്. ഇറാഖിലെ ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്ന മേഖലയാണ് കുർദിഷ് മേഖല. ഒരുപക്ഷെ കുർദുകൾ വലിയ ഫൈറ്റേഴ്സാണ്. അവർ ആ കുർദിഷുകളും അതുപോലെ തന്നെ അമേരിക്കൻ സേനയും ചേർന്നുകൊണ്ടാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എർബിലിലേക്കാണ് ഇറാന്റെ വലിയ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത്.
അതുപോലെ തന്നെ സിറിയയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ജോർദനിലേക്കാണ് ഏതാണ്ട് 50 യുദ്ധവിമാനങ്ങൾ യുദ്ധം തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുൻപ് എത്തിയത്. ജോർദൻ കുറച്ചും കൂടിയും അമേരിക്കയുടെ ഇംഗിതത്തിനനുസരിച്ച് പെരുമാറുന്ന രാജ്യമാണ്, അവിടെ രാജാവാണ്. ജോർദാനിലേക്കും ആക്രമണം നടന്നിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ബേസുകളുള്ള എല്ലായിടങ്ങളിലേക്കും ഇറാന്റെ ആക്രമണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പെട്ടെന്നുണ്ടായ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് കഴിഞ്ഞാൽ ഇറാൻ തനിയെ അടങ്ങുമെന്നും അവര് ഇസ്രായേലിലേക്കും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിലേക്കും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പ്രജിൻ ചോദിച്ച പോലെ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രജിൻ, 50,000 കോടി ഡോളറിന്റെ ബിസിനസ്സാണ് UAE മാത്രം നടക്കുന്നത്. 50,000 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 90 45 ലക്ഷം കോടിയാണ്. അപ്പോൾ ഇത്രയും ടൂറിസത്തിലൂടെയും എണ്ണയിലൂടെയും വരുന്നൊരു രാജ്യം UAE മാത്രം എടുക്കുക. അതുപോലെ സൗദി ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ബിസിനസ് ചെയ്യുന്ന രാജ്യമാണ്. ഇവരുടെയൊക്കെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ അവർക്ക് ഒരു തരത്തിൽ യുദ്ധത്തിൽ ഇടപെടാൻ താല്പര്യമുള്ള രാജ്യങ്ങളല്ല. അവർക്ക് വേണ്ടത് സമാധാനമാണ്. അതുകൊണ്ട് അവര് ഇതിൽ ഇടപെട്ട് ഒരു യുദ്ധം നയിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷെ അളമുട്ടിയാൽ എന്ന് നമ്മൾ പറയാറില്ലേ, ഇനിയും ആക്രമണം വന്നാൽ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ളതുകൊണ്ട് ആ രാജ്യങ്ങൾ GCC രാജ്യങ്ങൾ ഒരുമിച്ച് ഇറാനെതിരെ അടിക്കാൻ തുടങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല. ഇറാൻ അതിന്റെ അപകടം മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെ കൊണ്ട് ഈ അറബ് രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമിക്കുന്ന രീതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കാം. പക്ഷെ ഇസ്രായേലുമായും അമേരിക്കയുമായും യുദ്ധം തുടരും. പ്രത്യേകിച്ച് അമേരിക്കയുടെ 10 യുദ്ധക്കപ്പലുകൾ, 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ, 10,000-കണക്കിന് സൈന്യം, അവരെയൊക്കെ കടലിൽ നേരിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.